ഇത് പലരും ഇതിൻ്റെ ഗുണം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പലരും ഈ മേഖലയിലേക്ക് വരാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിനു വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന വലിയൊരു എമൗണ്ട്, മറ്റൊന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളവ് പോകാനുള്ള ഒരു സാധ്യത. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സാറിനോട്, ഈ പരിസരത്ത് തന്നെ സ്വാഭാവികമായി വളർന്ന പല ചന്ദനങ്ങളും ഏകദേശം ഒരു 2 ഇഞ്ച് GFI ഇവിടെ വണ്ണമായിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ അത് വെട്ടി അതിൽ കാതൽ ഫോം ചെയ്തുകൊണ്ടോ നോക്കുന്ന കള്ളന്മാരുള്ള ലോകത്ത് ഈ സുരക്ഷാ സംവിധാനങ്ങളും കൂടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയാതെ ജനങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്തിലാണ് നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഫാമിംഗ് സിസ്റ്റം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ട് ആ രീതിയിൽ നമ്മളോട് പ്രൊമോട്ട് ചെയ്യണത്. നമ്മളൊരാളെ നിർബന്ധിക്കണമെന്നല്ലോ കേട്ടോ. അപ്പോൾ സാറിന് തന്നെ ഇപ്പോൾ വീഡിയോ കണ്ടതിനേക്കാൾ ഉപരി ഇവിടെ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സാറിന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരോടും പറയുന്നത് ഇവിടേക്ക് വരിക, നിങ്ങൾ കാണുക, നിങ്ങൾ ഉറപ്പ് വരുത്തി നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വന്നാൽ മതി. എന്ന് വെച്ചാൽ ഇതൊരു പ്രീമിയം ലെവലിൽ ഹൈ റിസ്ക് എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 15 കൊല്ലത്തെ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം കോടിക്കണക്കിന് രൂപ അതിന് ടോട്ടൽ എക്സ്പെൻസ് വരും. ഇത് എനിക്കോ എൻ്റെ കമ്പനിക്കോ മാത്രമായി ചെയ്യാൻ കഴിയില്ല. ഇതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഗ്രൂപ്പ് സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ നമുക്കെന്താവാണ്, പലതുള്ളി പെരുവെള്ളം എന്ന നിലക്ക് നമുക്കത് വളരെ രസകരമായി കൂടുതൽ ചിലവില്ലാത്ത രീതിയിൽ ഇതിൽ മൊത്തം വരുന്നത്. ഇപ്പോൾ ഇതിലൊരു 45 പ്ലോട്ടുകളാണുള്ളത്. 45 ആളുകൾ കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ വളരെ നാമമാത്രമായ സംഖ്യയും അതുപോലെ തന്നെ 5 സെൻറ്റ് സ്ഥലം അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തുകൊണ്ടുള്ള കൃത്യമായ ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യണത്. ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, എന്താ പറയുക, പല സംശയങ്ങളുണ്ട്. ഇന്ന് പല സ്കാമൊക്കെ നടന്ന ലോകത്താണ് ജീവിക്കണത്. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താറില്ല, ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആട് പാഞ്ചി എന്ന് പറഞ്ഞ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ വന്നു പോയതുകൊണ്ടാണ് ആളുകളെ സംശയിക്കുന്നത്. പക്ഷേ നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള കേസുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പം നമുക്ക് പലതരത്തിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് തന്നെ ആളുകൾ നേരിട്ട് വന്ന് 30 വർഷം മുമ്പോ അന്വേഷിക്കാനോ പോകാനോ വരാനോ പോലും ആൾക്കാർ അത്രമാത്രം താല്പര്യങ്ങളും യാത്രാ സൗകര്യങ്ങളൊക്കെ കുറവുള്ള കാലത്ത് നടന്ന സംഭവം തന്നെ ഇപ്പോഴും പറഞ്ഞിട്ട് ആൾക്കാർ എന്ത് ചെയ്യാണ്, അവരുടെ ആ ബുദ്ധിയെയും വന്ന് അന്വേഷിക്കാനുള്ള അവൻ്റെ ആ ത്വരയെയും ഒറ്റ മാറ്റി വെച്ചിട്ട് ഇത് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പ്രിയരെ, റിയൽ എസ്റ്റേറ്റ് കമ്പനി പാലക്കാട് ജില്ലയിൽ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് സംവിധാനത്തിലൂടെ വളരെ വിജയകരമായി തന്നെ ചന്ദന കൃഷി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ സുരക്ഷിതമായും ശാസ്ത്രീയമായും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കൃഷി രീതിയെ, ഈ ഗ്രൂപ്പ് ഫാമിംഗ് സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഇതിൽ പങ്കാളിയാകുവാനും ഉദ്ദേശിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുമല്ലോ. താങ്ക് യു.